കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ആന വീണത്. ആനയെ വനമേഖലയിലേക്ക് തുരത്താനാണ് ശ്രമം. 14 മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാദൗത്യമാണ് വിജയം കണ്ടിരിക്കുന്നത്. വിനീത വി ജി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നമ്മളോടൊപ്പം. വിനീത, ഒടുവിൽ കാട്ടാനയെ വെളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ? JCB എത്തി വഴി തുറന്നാണോ കാട്ടാനയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനീതയുടെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. വിനീതയിലേക്ക് വരാം. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ആന വീണത്. ആനയെ വനമേഖലയിലേക്ക് തുരത്താനാണ് ശ്രമം. 14 മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാദൗത്യമാണ് വിജയിച്ചിരിക്കുന്നത്. വിനീതയുണ്ട്. വിനീത, പുതിയ വിവരങ്ങൾ തരൂ. തീർച്ചയായും ഗോപി, അല്പസമയം മുൻപാണ് ഈ കിണറ്റിൽ നിന്നും ആന പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. അത് ജനവാസ മേഖലയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർക്ക് വലിയ രീതിയിലേക്കുള്ള ചില പ്രതിഷേധം ഉൾപ്പെടെയുണ്ട്. കാരണം അവർക്ക് ആദ്യഘട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മാത്രം ആനയെ പുറത്തേക്ക് എത്തിക്കുമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രദേശവാസി അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. RDO പറഞ്ഞു ഇവിടെ JCB കളിച്ചോണ്ടിരുന്നു. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ കേറ്റൂല, മൈക്ക് വീടി വെച്ചിട്ടാണ് കേറ്റോളൂ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അവര് JCB ഉപയോഗിച്ച് ഇത് കയറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളികളെ നേരെ ഓടി പിടിവിട്ട് പോയി. ഇനി എന്ത് ചെയ്യുന്നു അറിയില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഒരു 100-150 വീടുകളുണ്ട്. ആ വീടുകൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. ഇപ്പൊ ഈ ജനവാസ മേഖലയിലേക്കാണ് അവരോട് മണ്ട് ഞങ്ങൾ പണിയെടുത്തെന്ന് പറഞ്ഞ മഴയുടെ സമയത്ത് അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഞങ്ങൾക്ക് ചെയ്ത് ഡിമാൻഡ് അംഗീകരിച്ചാണ് അവർ ഈ പണി ചെയ്തത്. മറ്റുള്ള ജനങ്ങളുടെ ജീവനും കൂടി നമ്മൾ നോക്കണ്ടേ? അവര് പരാതി കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോകും? ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ നിങ്ങൾക്ക് ചില ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിനിറ്റ്സ് എഴുതി അവർ രേഖാമൂലം ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചതാ. ഇത്രയും ജനങ്ങൾ നിന്ന് കേട്ടതാ. ഇവരെന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു? ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോട് വരട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി ചെയ്തോളൂ. തീർച്ചയായും ഗോപി, ഈ മേഖലയിൽ പ്രദേശവാസികളുടെ ഒരു വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. വണ്ടിക്ക് ഇപ്പൊ വേണേ ഇപ്പൊ തന്നെ അങ്ങോട്ട് മേളിലേക്ക് വിട്ടോ. തീർച്ചയായും നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ മഴയുടെ മറവിൽ ആ മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്ന ആ മണ്ണ് ഇടിച്ചിട്ട് അവിടെ നിന്ന് ആനയെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ആ ആന മുകളിലേക്ക് കയറി ഓടുന്ന ദൃശ്യം അത് നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ്. ആ ജനവാസ മേഖലയിലേക്കാണ് ആ ആന ഓടിക്കേറിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ആന സ്വയം പുറത്തേക്ക് കടക്കുന്നതിനും മറ്റുമായി ഉള്ള ഒരു ശ്രമം അത് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ പെയ്തതിന് പിന്നാലെ JCB ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും തുടർന്ന് മറുവശത്തേക്ക് ആ മണ്ണ് നീക്കി ആനയെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. കാരണം അവർ തുടക്കം മുതൽ പറയുന്നത് ഈ ആനയെ മയക്കുപിടി വെക്കണം, ആനയെ ഇവിടെ നിന്ന് മറ്റ് ഒരു വനമേഖലയിലേക്ക് മാറ്റണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. ആന ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് പോയിരിക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട്. ആന ജനവാസ മേഖലയിലേക്ക് ഓടി എന്നത് അവിടുത്തെ ആളുകളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നുണ്ട്. വനം വകുപ്പ് അതിനൊരു മറുപടി നൽകേണ്ടി വരും. ഇപ്പോൾ ആനയെ ഈ മഴ സമയത്ത് അവിടെ ചാൽ വെട്ടി പുറത്തേക്ക് കൊണ്ടുവരരുത് എന്ന് നാട്ടുകാർ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഉറപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലേക്ക് ആന വീണത്. ആനയെ വനമേഖലയിലേക്ക് തുരത്താനാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. 14 മണിക്കൂർ നീണ്ടുന്ന രക്ഷാദൗത്യമാണ് വിജയിച്ചിരിക്കുന്നത്. വിനീത വി ജി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.